തുടരുന്നു. കൂത്താട്ടുകുളം നഗരസഭയിലെ അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്കിടെ CPM വനിതാ കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയതിൽ പ്രതിഷേധം കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. പോലീസിനും CPMനുമെതിരെ രൂക്ഷ വിമർശനങ്ങൾ തുടരുകയാണ് കൗൺസിലർ കലാരാജു. നഗരസഭയ്ക്ക് മുന്നിലെ അക്രമം ആസൂത്രിതമെന്നാണ് CPMന്റെ നിലപാട്. CPIM നേതാക്കൾക്കും പോലീസിനുമെതിരെ ഗുരുതരമായ ആരോപണമാണ് കലാരാജു ആവർത്തിക്കുന്നത്. 4 ദിവസം കാണാതായി എന്ന് ആരോപിക്കുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ എറണാകുളത്തുണ്ടായിരുന്നു. കാര്യങ്ങൾ മനസ്സിലാക്കാതെയുള്ള CPM ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം ബാലിശമെന്ന് കലാരാജു. അവരുടെ കൂടെയുള്ളൊരു കൗൺസിലറെ കാണാതായി എന്ന് ഇവരിപ്പോൾ പറയുന്നു. അപ്പൊ ഞാൻ എവിടെയായിരുന്നു എന്ന് അങ്ങനെ അവർക്കൊരു പരാതി ഉണ്ടായിരുന്നെങ്കിൽ പോലീസ് അന്വേഷിച്ചില്ലല്ലോ. പോലീസ് സ്റ്റേഷനിൽ ഒരു ഇൻഫർമേഷൻ ഉണ്ടോ ഞാൻ മിസ്സിംഗ് ആണെന്നുള്ളതിന്? 25 വർഷം എന്നെ ഞാൻ നെഞ്ചോട് ചേർത്ത് വെച്ചിരുന്ന ഒരു പാർട്ടിയിൽ നിന്നും ഉണ്ടായ ഒരു അനുഭവമാണ് എനിക്ക് കിട്ടിയ സമ്മാനം എന്ന് തന്നെ ഞാൻ പറയാം. സംഭവം നടന്ന് ഇത്ര ദിവസമായിട്ടും പോലീസ് തിരിഞ്ഞു നോക്കിയില്ല. മൊഴി രേഖപ്പെടുത്താൻ പോലും തയ്യാറായില്ലെന്ന് കലാരാജു ആരോപിച്ചു. അതേസമയം പോലീസ് നടപടികൾക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ്. UDFന്റെ നേതൃത്വത്തിൽ വൈകിട്ട് പ്രതിഷേധ ധർണ സംഘടിപ്പിക്കും. UDF രാഷ്ട്രീയ കുതിരക്കച്ചവടം നടത്തുന്നെന്നാരോപിച്ച് CPIMും രംഗത്തെത്തി. ആശുപത്രിയിൽ കഴിയുന്ന കലാരാജുവിന്റെ ചികിത്സയ്ക്ക് ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാനാണ് പോലീസ് തീരുമാനം. രഹസ്യമൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തും. സംഭവത്തിൽ പോലീസിന്റെ വീഴ്ചയെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് DYSPയോട് എറണാകുളം റൂറൽ SP വൈഭവ് സക്സേന ആവശ്യപ്പെട്ടിട്ടുണ്ട്. 24 കൊച്ചി.